ഇറാനുമായുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനിടെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു. ഇതിനായി വിവിധ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു അന്താരാഷ്ട്ര നാവിക സഖ്യം രൂപീകരിക്കുവാനാണ് പദ്ധതി. വാൾസ്ട്രീറ്റ് ജേണലാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എണ്ണ ടാങ്കറുകൾക്കും മറ്റു ചരക്ക് കപ്പലുകൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തടയുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. പേർഷ്യൻ ഗൾഫിനെ ആഗോള വിപണികളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ കടൽപാതയാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ എണ്ണ പ്രകൃതിവാതക നീക്കത്തിന്റെ വലിയൊരു ഭാഗവും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഏത് പ്രശ്നവും ലോകത്തെ ആകെ ബാധിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ഈ സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ ടാങ്കറുകൾക്കും മറ്റു ചരക്ക് കപ്പലുകൾക്കും സുരക്ഷിതമായി കടന്നു പോകുവാൻ വഴിയൊരുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തിന് പല രാജ്യങ്ങളുടെയും സഹായം തേടുന്നുണ്ട്. ഏകദേശം 7 രാജ്യങ്ങളുമായി താൻ സംസാരിച്ചതായി ട്രംപ് അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ തുടർന്നാൽ അത് എണ്ണവില കുതിച്ചുയരാനും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നുമുള്ള ആശങ്ക ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.